ഹായ് ഫ്രണ്ട്സ്, ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് എടപ്പാളിലാണ്. എടപ്പാൾ പെരുമ്പറമ്പിൽ കല്ലിങ്ങൽ ഇസ്മായിലിൻ്റെ വീടിലാണുള്ളത്. ഉമ്മയുടെ ഖദീജ എന്നവരുടെ പേരിൽ കൊടുത്തിട്ടുള്ള ഖദീജ മൻസിൽ എന്ന് പറയുന്ന ഈ വീട്ടിലാണുള്ളത്. ഈ വീട് പുറത്തുള്ള ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, വളരെ വ്യത്യസ്തമായിട്ടൊരു ഒരു വീടാണെന്നുള്ളത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കേവലം 4 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു വീടാണിത്. ഡൊറിക് ഡിസൈൻസ് പറഞ്ഞ ടീമാണ് അതിൻ്റെ മൊത്തം കോൺസെപ്റ്റ് ഡിസൈനിങ്ങും അതിൻ്റെ ഇംപ്ലിമേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. നമുക്ക് സാധാരണ പറയാറുള്ള പോലെ ഈ വീടിൻ്റെ കുറച്ച് സാനിറ്ററി ഐറ്റംസൊക്കെ സപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ ബിൽഡക്കേഴ്സ് ചങ്ങരംകുളം ഷോറൂമിന് കിട്ടിയിട്ടുള്ളൊരു വീടാണിത്. ബിൽഡക്കേഴ്സിൻ്റെ ഷോറൂം ഉള്ളത് ചങ്ങരംകുളത്താണ്, തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിൽ ചങ്ങരംകുളത്ത് താടിപ്പടിയിൽ 25,000 സ്ക്വയർ ഫീറ്റ് ഫെസിലിറ്റിക്കകത്ത് ടൈൽസിൻ്റെ സാനിറ്ററിയുടെ ഒരു വിസ്മയ ലോകമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറയാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം അവസാനം ചോദിക്കുന്നതായിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആൾക്ക് നമുക്ക് ആ ഉത്തരം കമൻറ്റുകളിൽ അറിയിക്കുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരാൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വീടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, ഒരു വളരെ ഭംഗിയുള്ളൊരു വീടാണ്. ഇതൊരു ട്രോപ്പിക്കൽ ഡിസൈനിൽ ഒരു സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഇതൊരു A ടൈപ്പിലുള്ള അതിൻ്റെ റൂഫൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള അതിൻ്റെ ഒരു കളർ പാലറ്റ് പിടിച്ചിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ഏറ്റവും ഭംഗിയാക്കിയിട്ടത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസും കിടക്കും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോണൊക്കെ വിരിച്ച് അതിൻ്റെ സൈഡിലൊക്കെ ഗാർഡൻസൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഇതിനടുത്തൊരു ഗ്യാപ്പിനകത്ത് വീണ്ടും കുറച്ച് പ്ലാന്റ്സൊക്കെ കൊടുത്തു വളരെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. പുറത്ത് തന്നെ നമുക്കറിയാം, മേലെ നോക്കിയാലും താഴെ ഈ സൈഡിൽ നോക്കിയാലൊക്കെ തന്നെ അവിടെ വാളിൽ കൊടുത്തിട്ടുള്ളത് ടെക്സ്ചറും ചെറിയൊരു പാനലിങ്ങൊക്കെ വെച്ചിട്ടുള്ളൊരു വളരെ ഭംഗിയായിട്ടുള്ള കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഔട്ട്ലുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇതിനകത്തുള്ളതെന്ന് കാണാനുള്ള ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലാണ് പുറത്തുനിന്നൊരു ലുക്ക് സെറ്റാക്കിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ തറയിൽ വിരിച്ചിട്ടുള്ളത് 8x4 സൈസിൽ വരുന്ന 15 mm തിക്നെസ്സിലുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ ടൈൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇവിടെ ഒരു
ചെറിയൊരു സീറ്റ് ഇരിപ്പിടുണ്ട്, അത് എന്താ പറയുക നമ്മളൊരു ഷൂ റാക്കൊക്കെ ആണെന്ന് തോന്നുന്നത് അതിൻ്റെ അടിയിലുള്ളത്. ആ ഒരു സംഗതി കൂടി ഇതേ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭംഗി വെച്ച് നോക്കുമ്പോൾ അകത്ത് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അവിടെ കയറാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡോറാണിത്, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡോറാണ്, ഒരു ആർക്ക് ഷേപ്പിലുള്ള. നമുക്ക് കയറി നോക്കാം. അപ്പോൾ നമുക്ക് ഈ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. കയറി കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റിൽ ആ ലെഫ്റ്റ് സൈഡിലൊരു ഒരു വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലിവിങ് ഏരിയയിൽ നമ്മൾ പുറത്ത് കണ്ട ജാലി കട്ടിങ്ങിൻ്റെ അവിടെ ഒരു ഓപ്പൺ ഫുൾ വിൻഡോ ആണുള്ളത്. അതുപോലെ തന്നെ ഈ മെയിൻ സോഫയുടെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ ത്രൂ ഔട്ട് വരുന്ന വലിയൊരു വിൻഡോ ആണുള്ളത്. അവിടെ ഡബിൾ ലെയർ ആയിട്ടുള്ള കർട്ടനൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് ബാക്കിൽ നോക്കിയാൽ ഒരു ബേ വിൻഡോ ഉള്ളത്. അവിടെ ഫുൾ ഓപ്പൺ ആണ്, ഗ്ലാസ് ആണ്. പിന്നെ താഴെ ഇരിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റും അതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനകത്ത് പരമാവധി നാച്ചുറൽ ലൈറ്റും ഇതിനകത്തേക്ക് വരാനുള്ള കാറ്റും വരാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഈ ബേ വിൻഡോൻ്റെ മേലെ തന്നെ വീണ്ടും ഒരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഈ കോണിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കോണിയുടെ രണ്ട് ഭാഗത്തു നിന്നും ഫുൾ ഓപ്പണിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ മാക്സിമം കാറ്റും വെളിച്ചം വരാവുന്ന രീതിയിലാണ് ഈ വീടിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും അകത്ത് പോയിരിക്കുന്ന ഒരു ഫീലല്ല, നമ്മൾ വളരെ ഓപ്പണായിട്ട് നമ്മുടെ നാച്ചുറൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ലുക്ക് ആൻഡ് ഫീലാണ് ഇതിനകത്ത് വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഭംഗി ആ പുറത്ത് കാണിച്ച ആ ഭംഗിയുടെ അതേ കണ്ടിന്യൂഷൻ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എല്ലാ ആക്സസറീസ് ഒരുക്കിയിട്ടുള്ളതും ഫേർണിച്ചറിൻ്റെ സെലക്ഷനൊക്കെ ആ ഒരു യുണീക്ക്നെസ് കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ വിരിച്ചിട്ടുള്ളത് 6x4 സൈസിൽ വരുന്ന മാറ്റ് ഫിനിഷിൽ, അതായത് സിൽക്കി മാറ്റ് എന്ന് പറയുന്ന ആ ടൈപ്പ് വരുന്ന ഒരു ടൈലാണ് താഴെ വിരിച്ചിട്ടുള്ളത്. അതാണ് ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഈ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത് ഒരു ടൈൽ ടോപ്പിംഗ് ഉള്ള ഒരു 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. സോഫയുടെ കാര്യം പറഞ്ഞല്ലോ, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഡിസൈനിലുള്ള സോഫയാണ്. പിന്നെ നമ്മൾ നേരെ കണ്ട് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കോണി കിട്ടും. ഈ കോണി നേരെ മേലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ 2 ബെഡ്റൂമാണ് ഉള്ളത്, താഴെ ഈ ഒരു ബെഡ്റൂം, അങ്ങനെ മൊത്തം 3 ബെഡ്റൂമുകളാണ് വീട്ടിലുള്ളത്. പിന്നെ ഈ കോണിയുടെ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാലാണ് കോണിയുടെ താഴെയും വേറൊരു ഓപ്പണിംഗ് ഉണ്ട്, റൗണ്ട് ഷേപ്പിലൊരു വിൻഡോ ഉണ്ട്, പുറത്തേക്കുള്ള ഓപ്പണിംഗ് ഉണ്ട്. ആ പുറത്ത് നമ്മൾ പറഞ്ഞ പ്ലാന്റ്സ് ഒക്കെ അതിൽ കാണുന്നുണ്ട്. ഇതിന് താഴെയാണ് വാഷ് ഏരിയ ഉള്ളത്. അവിടെ ഒരു കൗണ്ടർ ടോപ്പ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. ആ കൗണ്ടർ ടോപ്പ് സൊമാനിയുടെ ഒരു 15 mm തിക്നെസ്സിൽ വരുന്ന ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ടോപ്പിംഗ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ഐസോറിൻ്റെ ഒരു ഭംഗിയുള്ള ഈ ഒരു ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. കെറോവിറ്റിൻ്റെ ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, ടാപ്പ് ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനിപ്പുറത്ത് ഈ വാള്, ഈ ഒരു ഓപ്പൺ കിച്ചൺ ഭാഗത്ത് വരുന്ന വാളൊരു മനോഹരമായിട്ട് പാനലിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ മനോഹരമായ കിച്ചനാണ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്, ഒരു നമ്മളൊരു ബാർ കൗണ്ടർ ടൈപ്പിലുള്ള ഒരു ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചെയർസ് അപ്പുറത്തുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ അത് സൊമാനിയുടെ തന്നെ അതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് മൊത്തം കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ കബോർഡ്സൊക്കെ ചെയ്ത് അതിൻ്റെ കളർ കോമ്പിനേഷൻ പിടിച്ച് ഇവിടെ ഒരു ചെറിയ ബ്രിക്കിൻ്റെ ടൈപ്പിൽ വരുന്നൊരു ടൈലാണ് കിച്ചൺ വാളിൽ കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ ഈ വാളിലാണ് കൊടുത്തിട്ടുള്ളത് 1600x800 സൈസിൽ വരുന്ന ഗ്ലോസി ഫിനിഷുള്ള ഭംഗിയുള്ള ഒരു ടൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻറ്റയർ ആ ഒരു വീടിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ അതേപോലെ കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് കിച്ചൻ്റെയും ഡിസൈനും കളർ തീമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഭംഗിയുള്ളൊരു കിച്ചൺ, വളരെ ഭംഗിയുള്ള വീടിൻ്റെ അകത്തളാണ്. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ഒരു റൂമിലാണുള്ളത്. ഈ റൂമുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ബെഡ്റൂമുകളാണുള്ളത്. 3ഉം നമ്മുടെ അകത്തെ ആ ഒരു വീടിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയറിൻ്റെ വൈബ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കറക്റ്റ് പിടിച്ചിട്ടാണ് അതിൻ്റെ ഡിസൈനിങ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബെഡ്റൂം. വളരെ ഒതുക്കത്തിലുള്ള ബെഡ്റൂമാണ്, ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ്. അപ്പോൾ ഈ 3 ബെഡ്റൂം ഒന്ന് കണ്ടു. ഇത് വീട്ടിലെ ഒരു ടോയ്ലറ്റാണ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 4x2 സൈസിൽ വരുന്ന ടൈൽസിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ടൈൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കെറോവിറ്റിൻ്റെ തന്നെ ബാക്കി ടാപ്പ് ഫിറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ബാത്റൂമുകളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ജോൺസൺ, ലാമിറ്റ്, കെറോവിറ്റ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾ, അതുപോലെ തന്നെ ബെൽവിറ്റ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ബെൽവിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ ഓൺ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. നമ്മൾ ബിൽഡക്കേഴ്സ് തന്നെ മാർക്കറ്റ് ചെയ്യുന്ന, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണിത്. ആ ബ്രാൻഡിനകത്ത് ഇമ്പോർട്ടഡ് ആയിട്ടും ഇന്ത്യൻ ആയിട്ടുള്ള സാനിറ്ററി വെയർസിൻ്റെയും അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സിൻ്റെ ഒക്കെ ഒരു വലിയ ഹ്യൂജ് കളക്ഷൻ തന്നെ സീരീസ് തന്നെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ കയറിയിട്ട് അപ്സ്റ്റേഴ്സൊക്കെ വരികയാണ്. ഇവിടെ കയറി വരുമ്പോൾ കോണി അറിയാലോ, അതിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ ഓപ്പണിംഗ് ആയിട്ടുള്ള വിൻഡോ ആണ്. ഈ സൈഡിലും ജാലിയൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് വിൻഡോ ആണുള്ളത്. പിന്നെ ഈ കോണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് സ്റ്റെയർസിൻ്റെ സ്ട്രക്ചർ സ്റ്റീലിലും അതിൻ്റെ പുറമെ വുഡൻ സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വുഡൻ ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. GI പൈപ്സൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്.
നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കോമൺ സ്പേസിലേക്ക് എത്തുന്നത് വളരെ വിശാലമായൊരു സ്പേസാണിത്. ചെറിയ സ്പേസ് ആണെങ്കിലും വളരെ വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മൊത്തം ഓപ്പണിങ്ങൾ കാരണമാണ്. ഇവിടെ കയറി വന്നാൽ തന്നെ ത്രൂ ഔട്ട് ലെങ്ത്തിലൊരു ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ. ഇവിടെ ഫ്ലോറിൽ ആണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള താഴത്ത് യൂസ് ചെയ്ത സെയിം 6x4 അതേ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് 2 ബെഡ്റൂമുകളാണുള്ളത് ഇവിടെ. ഈ 2 ബെഡ്റൂമുകൾക്ക് പുറമെ പുറത്തേക്കുള്ളൊരു ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ അപ്സ്റ്റേഴ്സിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കുള്ള ഡോർ തുറന്നാൽ വരുന്ന ആ ഒരു ഓപ്പൺ ബാൽക്കണിയാണിത്. ഇത് പുറത്തേക്കുള്ള ഭയങ്കര മനോഹരമായ ലുക്കുള്ള ഒരു സ്ഥലമാണ്, വളരെ വൈബുള്ളൊരു സ്ഥലമാണിത്. ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നില്ല, ഇതിൻ്റെ ബാക്കിൽ താഴെ നമ്മൾ പറഞ്ഞ പോലെയുള്ള CNC കട്ടിങ് ചെയ്തിട്ടുള്ള ജാലി വെച്ചിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ അകത്തൊക്കെ കണ്ട സെയിം രീതിയിലുള്ള ഒരു ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത പറഞ്ഞാൽ താഴത്തേക്കുള്ള ഇവിടുന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട് താഴേക്ക്. ഇത് ഫ്രെയിം ചെയ്തിട്ട് ഗ്ലാസ് ചെയ്തിരിക്കുകയാണ്. താഴത്തെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഇവിടുന്ന് കാണാവുന്ന രീതിയിലുള്ളൊരു മനോഹരമായിട്ട് സിസ്റ്റമാണിത്. ഇതാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ വീടിൻ്റെ ഓണർ നമ്മുടെ ഇസ്മായിൽ ബ്രോ, അദ്ദേഹത്തിൻ്റെ വൈഫ് ഷബ്ന, ഒരു 2 പേരാണ് നമ്മളെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇസ്മായിൽ ബ്രോ, കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ വീട് അടിപൊളിയാണ്, സൂപ്പറായിട്ട് ഞങ്ങൾ ഫുള്ള് നടന്ന് കണ്ടു. വളരെ നല്ല ഡിസൈന്, വളരെ നന്നായിട്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വന്ന് ഉള്ളിൽ നിന്ന് പോകാൻ തോന്നാത്ത അത്രയും നല്ല വീടാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. എങ്ങനെ നിങ്ങളിങ്ങനെ വീട് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡിസൈൻ, അതിനൊക്കെ ഒരു കഥ എന്താണ് അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറിയ പ്ലോട്ടായിരുന്നു അത്. ഞാൻ വാങ്ങിക്കുന്നത് 4.3 സെൻറ്റ് സ്ഥലമാണ്, 4 സെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ഒതുങ്ങാവുന്ന ഒരു ചെറിയ വീട്, അതായിരുന്നു കൺസെപ്റ്റ്. അത് ഞാൻ കുറച്ച് പ്ലാൻസൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു, മീൻസ് പ്ലാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ശരിയാണ് വർക്കൗട്ട് ആയില്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട, ഉള്ളത് മനോഹരമാക്കുക എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. അങ്ങനെ അന്നും 3-4 ഞാൻ പറഞ്ഞല്ലോ 3-4 പ്ലാനൊക്കെ എടുത്തു, അതൊന്നും ശരിയായില്ല. പിന്നീടാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ ഡോറിക് ഡിസൈൻ എന്നൊരു ഫാമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അവരെ പേജിൽ കയറി അവരപ്പം തന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് അവർ പിറ്റന്ന കാലത്ത് അവർ വന്നു, നമ്മുടെ കാര്യങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്തു. ഇതൊക്കെയാണ് നീഡ്സ് എന്നുള്ളത് പറഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ എനിക്കൊരു ഡ്രാഫ്റ്റ് അയച്ചു തന്നു. അതിലെനിക്ക് ഓക്കെ ആയിരുന്നു, 100% ഓക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ചെറിയൊരു മാറ്റം എന്നുള്ളത് റൂമിൻ്റെ ഒരു വലിപ്പം ഇച്ചിരി വലിപ്പം കൂട്ടണം എന്നുള്ളത് തന്നെ. പിന്നെ ഇതിൽ തന്നെയാണ് ഒരു ചെറിയൊരു കിണറും വരുന്നുണ്ട്, ബോർവെൽ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് ചെയ്തിട്ട് വേണം ഈ സ്ഥലത്ത് ഉൾക്കൊള്ളിക്കാൻ മനോഹരമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങളോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത്ര മനോഹരമായ ഒരു പ്രോജക്റ്റിലേക്ക് കുറേ സാധനങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നുള്ളതാണ്. കുറച്ച് ബാത്റൂം ഫിറ്റിങ്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ, സാനിറ്ററീസൊക്കെ സപ്ലൈ ചെയ്യാനുള്ള, അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു യു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുമായിട്ടൊരു എക്സ്പീരിയൻസ്? അല്ല, ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് ഞാൻ മുന്നേ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു ബ്രദർ തന്നെയാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടുള്ള അഷ്റഫ് ഖാൻ എന്ന് പറഞ്ഞിട്ട് നേരെ മുന്നേയുള്ള വീട്. അപ്പോൾ പുള്ളിയാണ് എന്നെ അവിടേക്ക് സജസ്റ്റ് ചെയ്തത്, മീൻസ് ബിൽഡേക്കേഴ്സിലേക്ക്. പിന്നെ അവിടെ അറിയാലോ, നിങ്ങൾ വളരെ നല്ല സർവീസാണ്. ഷബീർക്കാണെങ്കിൽ ഞാൻ പിന്നെ ഡഞ്ചി എന്നുള്ളൊരു, അപ്പോൾ ഇവരൊക്കെ ആയിട്ടാണ് ഞാൻ ഡീൽ ചെയ്തിരുന്നത്. വളരെ എന്താ പറയുക, നമുക്കൊരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് എന്നുള്ള രീതിയിലൊന്നുമല്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ എന്നും ആ ഒരു സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ സർവീസ് വളരെ ബെറ്ററാണ്. മീൻസ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ എത്തിച്ചേരുക, എന്തുണ്ടെങ്കിലും അവിടെ പോയി പറഞ്ഞാൽ അപ്പം തന്നെ കിട്ടും. വളരെ നല്ല സർവീസാണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും നിങ്ങൾ നല്ല വാക്കുകൾക്ക് നന്ദി. അപ്പോൾ ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും എന്താ സംശയം. അത്യാവശ്യം നല്ല പിന്നെ സ്റ്റോക്കും നല്ല വെറൈറ്റി ഡിസൈൻസും ഒക്കെ ഉണ്ടല്ലോ. മീൻസ് പുതിയ കാലത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഷോറൂം തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്, അതോടെ തന്നെ വീട്ടുകാരും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ അവസാനത്തിൽ ഞാൻ ചോദ്യം ചോദിക്കുന്നു, വീഡിയോൻ്റെ അവസാനത്തിൽ ചോദ്യം ചോദിക്കുന്നുള്ളത്. ആ ചോദ്യം ഇതാണ്, നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൽ പല ബ്രാൻഡ്സ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ബ്രാൻഡ് നമ്മൾ ബിൽഡേഴ്സ് ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണെന്ന് പറഞ്ഞു. ഏതാണ് ആ ബ്രാൻഡ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഉത്തരം കമൻറ്റായിട്ട് കൊടുക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഉത്തരം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻറ്റ് ചെയ്ത ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരാൾക്ക് ഞങ്ങളൊരു സ്പെഷ്യൽ സ്നേഹ സമ്മാനം നൽകുന്നതായിരിക്കും.
അതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വിശദമായ വീഡിയോയുമായിട്ട് അധികം വൈകാതെ കാണാം. അതുവരേക്കും ബൈ ബൈ.